അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ തുടരുന്നതിനിടെ ഒമാൻ കടൽ മേഖലയിൽ ചുറ്റിപ്പറ്റി പുറത്തുവന്ന ചില പുതിയ വിവരങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം കണ്ടെത്തിയതായി പറയപ്പെടുന്ന ചില ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഇറാൻ സ്ഥാപിച്ചതായി സംശയിക്കുന്ന നാവിക മൈനുകളാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മൈനുകൾ ഇറാന്റെ മഹം 3 വിഭാഗത്തിൽപ്പെട്ടവയാണെന്നാണ് വിലയിരുത്തൽ. ഏകദേശം 300 കിലോഗ്രാം ഭാരമുള്ള ഈ മൈനുകൾ സമുദ്ര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് വഴി ദിവസേന വൻതോതിൽ എണ്ണയും മറ്റു ചരക്കുകളും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അത് സുരക്ഷാ പ്രശ്നവും ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ നാവികസേന പ്രദേശത്ത് വ്യാപകമായ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. നിരവധി ദിവസങ്ങളായി തിരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള ഒരു നാവിക മൈൻ പോലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണിപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പുറത്തുവന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ മഖം 3 മൈനുകളോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തൽ. കടൽ ഗതാഗതത്തിനും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഇത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ ഇറാനിൽ നിന്ന് മറ്റൊരു പ്രധാന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ ഡ്രോൺ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഇറാൻ വേഗത്തിലാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായി പ്രത്യേക ഡ്രോൺ പിന്തുണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിവരമനുസരിച്ച് ഈ കേന്ദ്രം സർക്കാർ ഏജൻസികൾക്കും സൈനിക വിഭാഗങ്ങൾക്കും ആവശ്യമായ ഡ്രോൺ സേവനങ്ങളും സാങ്കേതിക പിന്തുണയും നൽകും. സിവിലിയൻ ഡ്രോണുകളുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളും ഇത് സഹായകരമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇറാൻ വലിയ നിക്ഷേപങ്ങളാണ് നടത്തിവരുന്നത്. പുതിയ കേന്ദ്ര പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്തിന്റെ ആളില്ലാ വിമാനശേഷി കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ നീക്കത്തിലെ പല രാജ്യങ്ങളും അടുത്തായി നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറെ മാസങ്ങളായി വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപണങ്ങളും മുന്നറിയിപ്പുകളും തുടരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ സ്ഥിതി എങ്ങോട്ടാണ് പോകുന്നതെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഒരു സന്ദേശവും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ആ സന്ദേശം നേരിട്ട് ഇറാനെ പരാമർശിച്ചില്ലെങ്കിലും അതിന്റെ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ അത് ഇറാനോടുള്ള ഒരു മുന്നറിയിപ്പായിരിക്കുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്ക ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്നും സന്ദേശം നൽകാനാണ് ഈ നീക്കം നടത്തിയതെന്നും ചിലർ കരുതുന്നു. അതേസമയം അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് വ്യക്തമല്ലാത്ത അവസ്ഥ തുടരുന്നതും ശ്രദ്ധേയമാണ്. ഈ അനിശ്ചിതത്വം തന്നെയാണ് മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഗൗരവമാക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് നടത്തിയ ഒരു പ്രസ്താവനയും ശ്രദ്ധ നേടുന്നുണ്ട്. തെഹ്റാനുമായി ഒരു ധാരണയിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അമേരിക്ക വീണ്ടും സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നിരുന്നാലും ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സംഘർഷം കുറയ്ക്കാനും ഒരു പരിഹാര മാർഗം കണ്ടെത്താനും വിവിധ തലത്തിൽ ചർച്ചകൾ നടന്നു വരികയാണ്. ഈ പ്രസ്താവനയ്ക്ക് മുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതായി പ്രസിഡന്റ് ട്രംപ് തന്റെ പ്രധാന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി പ്രത്യേക യോഗം നടത്തിയിരുന്നു. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം, ഇറാന്റെ പുതിയ നീക്കങ്ങൾ, അമേരിക്കയ്ക്ക് മുന്നിലുള്ള വിവിധ സാധ്യതകൾ എന്നിവയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. സൈനിക മാർഗങ്ങളും നയതന്ത്ര മാർഗങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ അവലോകനം ചെയ്തതായും അറിയുന്നു. എന്നിരുന്നാലും യോഗത്തിന് ശേഷം വൈറ്റ് ഹൌസ് ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ എന്തൊക്കെയാണ് തീരുമാനമായതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തത വിവരങ്ങളില്ല. ഹോർമൂസ് കടലിടുക്കിൽ കണ്ടതായി പറയപ്പെടുന്ന മൈനുകളുടെ ചിത്രങ്ങളും ഇറാന്റെ പുതിയ ഡ്രോൺ പദ്ധതികളും അമേരിക്കൻ നേതാക്കളുടെ പുതിയ പ്രസ്താവനകളും ചേർത്ത് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ മുന്നേറുമോ അതോ സാഹചര്യം കൂടുതൽ കടുപ്പത്തിലാകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.